ഇഷ്ടമായെന്ന് വിചാരിക്കുന്ന ഈ കുട്ടിക്ക് ബാക്ക് ഹാൻഡിൽ കൊള്ളാൻ ഭയങ്കര മടിയാണ്, ഭയങ്കര വേദനയുള്ള കുട്ടിയാണ്, വേദനയുടെ അസുഖമുള്ള കുട്ടി. പിന്നെ ഹാൻഡ് ക്യാനിങ് ഒക്കെ കൊണ്ട് നല്ല കൈയൊക്കെ പൊട്ടിയിരിക്കുകയാണ്. ഇന്നൊരു ഹാൻഡ് ക്യാനിങ് പെയ്ഡ് വീഡിയോ ചെയ്തായിരുന്നു. അപ്പൊ കൈയൊക്കെ നല്ല പഴുത്തിരിക്കുകയാണ് കേട്ടോ. എന്നാൽ ഈ കുട്ടിക്ക് കയ്യിൽ അടി കൊള്ളുന്നതിന് ഒരു കുഴപ്പമില്ല. പിന്നെ പറയാനുള്ള കാര്യം ഈ ബ്ലൗസിന്റെ കാര്യം തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട്, കിട്ടിയില്ല. വാങ്ങിക്കാൻ വേണ്ടി മറന്നു. നമ്മൾ നെടുമങ്ങാട് പോയി വേണം അത് വാങ്ങാന്. അപ്പൊ ഉടനെ ഞാൻ ബ്ലൗസ് ഒക്കെ ഇട്ട് വരുന്നതായിരിക്കും ഗൈസ്. പിന്നെ നിങ്ങൾ നേരെ വീഡിയോയിലോട്ട് പോകും. ഞാൻ കൂടുതൽ പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല, കറക്റ്റ് ആണ്. അപ്പൊ വീഡിയോസിന്റെ കാര്യം മറക്കണ്ട. ഇപ്പൊ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യൂ. ലൈക്ക് മോർണിംഗ് ടീച്ചർ. മോർണിംഗ്. അയ്യോ ഞാൻ എന്റെ സ്റ്റിക്ക് മറന്നു. ഒരു കാര്യം ചെയ്യാൻ ഞാൻ പോയി സ്റ്റിക്ക് എടുത്തിട്ട് വരും. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം ടീച്ചർ. സുഖം സുഖം. സുഖം സുഖം. ഭയങ്കര സ്മാർട്ട് ആണല്ലോ. സ്മാർട്ട്നെസ് ഒന്നും ഞാൻ പേപ്പറിൽ കണ്ടില്ല. വേറെ റിബൺസ്. റിബൺസ് എവിടെ? എന്താ മലന്ന് പോയത്? ചോറെടുക്കാൻ മറന്നോ? കാപ്പി കുടിക്കാനോ? ശരി. എന്ന് വൈകിട്ട് ഇവിടെ ഇറങ്ങുമ്പോ ബേക്കറി പോയി മുട്ടായി വാങ്ങാൻ മറന്നില്ലല്ലോ. സിപ്പപ്പ് വാങ്ങാൻ മറന്നോ? ഇന്ന് അതിനുള്ള പൈസ കൊണ്ടുവന്നിട്ടുണ്ടോ? താൻ എന്താ അവിടെ ആ തോട്ടിന്റെ അവിടെ നിന്ന് ലെറ്റർ കൊടുക്കും ബഹളമൊക്കെ ആണെന്ന് അവിടുത്തെ ഒരാള് പറഞ്ഞല്ലോ. ചിരിക്കുന്നോ താൻ? അല്ല ലെറ്റർ തന്നെ ഞാൻ നോട്ടായിട്ട് വെച്ചിട്ടുണ്ട്. അല്ല ലെറ്റർ എന്ന് വെച്ചാൽ എന്താ ടീച്ചർ? ഞാൻ കേട്ടിട്ട്. ലെറ്റർ എന്ന് വെച്ചാൽ എന്താണെന്ന് താൻ കേട്ടിട്ടില്ല? ഇല്ല ടീച്ചർ. അറിയില്ല? ഇല്ല ടീച്ചർ. സത്യമായിട്ടും അറിയില്ല? ഇല്ല ടീച്ചർ. അവിടെ കണ്ട ചെറുക്കന്മാര് സൈക്കിളിൽ വന്ന് ലെറ്റർ തിരക്കും ബഹളമാണെന്ന് ഞാൻ അറിഞ്ഞു. ടീച്ചർ സൈക്കിളിൽ വന്ന് ലെറ്റർ തന്നിട്ടേ ഇല്ല. ഒരു കാര്യം ചെയ്യ്, ബൈക്കിൽ വന്ന് തന്നതാ. ശരി സമ്മതിച്ചു. അതോടെ വയ്ക്കും. ബാഗോടെ വയ്ക്കും. ബാഗോടെ വയ്ക്കോ? തന്നെ ഒന്ന് ശരിയാക്കിയിട്ട് വേണം എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. അങ്ങോട്ട് തിരിഞ്ഞിരിക്കും. കൈ കെട്ടി നിൽക്ക. ഫ്രണ്ടിലെ കൈ കെട്ടി നിൽക്കാൻ. കൈ കെട്ടി നിൽക്കി. തിരിഞ്ഞു നിൽക്കും ഇങ്ങോട്ട്. ബെൽറ്റ് എവിടെ? ബെൽറ്റ് എവിടെ? ബെൽറ്റ് എവിടെ? ആൻസർ മൈ ക്വസ്റ്റ്യൻ. ബെൽറ്റ് എവിടെ? എവിടെ? ഓ ആമ്പിള്ളേരെ പുറകെ പോകുമ്പോ എങ്ങനെയാണ് ബെൽറ്റ് എടുക്കുന്നത്? ഒന്നെവിടെ നിൽക്കണം. കൈ കെട്ട്. ഫ്രണ്ട് കൈ കെട്ട്. കൈ കെട്ടി ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കാൻ. എനിക്ക് ഏതോ ഇല്ല. ചെന്നാടി. ഇനി മേലാൽ യൂണിഫോം ഇടാൻ മറക്കരുത്. മനസ്സിലായിട്ടല്ലോ. യൂണിഫോം ഫുൾ യൂണിഫോം ആണോ ഇത്? ഇതെന്തോന്ന് ബണ്ട്? രണ്ട് കളറാണോ കെട്ടേണ്ടത്? ഒന്ന് അമ്മ കെട്ടിട്ട് ചന്തയിൽ പോയി ടീച്ചർ. ഓക്കെ. ഇനി നീ പഠിപ്പ് തീരെയില്ല. പഠിക്കാൻ വയ്യ. വീട്ടിൽ വരട്ടെ. അച്ഛനെ അമ്മയെ കാണുന്നുണ്ട്. ഗവൺമെന്റ് സ്കൂളിൽ കൊണ്ടങ്ങ് തള്ളിയിട്ട് പോയാൽ വേറെ ഒന്ന് അന്വേഷിക്കേണ്ടതാണോ? വിളിക്കാൻ വേണ്ടിട്ട് വിളിച്ചോ അച്ഛനും അമ്മയും? നീ വീട്ടിലോട്ട് വരുന്നുണ്ട്. ഇന്ന് ഞാൻ വീട്ടിലോട്ട് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ബാക്കി അറിയാം. എപ്പോഴാ ടീച്ചർ വന്ന? സീരിയലിന് മുന്നേ വന്നാലേ അമ്മയെ കാണാൻ പറ്റൂ. അത് ഞാൻ തീരുമാനിക്കാം. പ്രണവ് 10-8 ഇംപ്രൂവ് ചെയ്യണം. കേട്ടല്ലോ? ഓക്കെ. ആതിര 9. വെരി ഗുഡ്. മാളവിക 6. വീട്ടിൽ ഒന്ന് കാണുന്നുണ്ട്. ഒന്നും പഠിച്ചിട്ടില്ല. അല്ല വഴി എഴുതിക്കുന്ന ഫുൾ തെറ്റാണ്. ഓക്കെ. അടുത്തത് രമ്യ. സ്റ്റാൻഡപ്പ്. ആരാ മാർക്കുണ്ട് ഇതില്? എത്ര? ആരാ മാർക്കുണ്ട് ഇതില്? ആരാ? ഞാൻ പിന്നെ വെറുതെ ഇട്ടതാണ് ഒരു രസത്തിന്. മനസ്സിലായോ? ഞാൻ എന്തായാലും എത്ര കാണിച്ചു വെച്ചിരിക്കുന്നത്? എന്തായാലും ഇത് താഴെ ഇതല്ലേ? എന്തോ നീ ചെയ്ത് വെച്ചിരിക്കുന്നത്? എന്തോ ആണോ ഇത്? എന്തോന്ന്? പുള്ളിപ്പാക്കി വീട്ടിൽ കൊണ്ടുപോയിക്കൊള്ളണം. ആരാ മാറും? എന്നിട്ട് കാണിക്കുന്ന തോന്നിവാസങ്ങൾക്കൊന്നും കൈ കാണിക്കില്ല. കൈ കെട്ടിക്ക്. ഇതൊക്കെ എടുത്ത് മാറ്റം. ഇവിടെ എനിക്ക് എന്തായത്? എനിക്ക് എന്നെ കൊണ്ട് ചുമ്മാ ഇട്ട് പറയിപ്പിക്കരുത്. അതുകൊണ്ട് നിൽക്കാൻ.
ഞാൻ പറയുമ്പോഴേ തിരിയോ. ഇവിടെ കൈ വെച്ച് കൈ ഇവിടെ വെക്കേ. തിരിഞ്ഞേക്ക് അങ്ങോട്ട്. ഇവിടെ കൈ വെക്കേ. തിരിഞ്ഞേക്കേ. എനിക്ക് വയ്യാത്തതാ. അത് കുഴപ്പമില്ല. ഒരു തവണ ഇവിടെ അടികൊള്ളാം. എന്നിട്ട് ബാക്കി കൈ തരാം. തിരി. ഞാനല്ലേ തീരുമാനം, നീയാണോ? അങ്ങോട്ട് നിന്നിട്ട് കൈ മതിരി കൈ ചെവരി കൈ കൈ കെട്ട്. നട്ടലിലാണോ ടീച്ചർ അടിക്കുന്നത്? നട്ടലിൽ തന്നെ അടിക്കുന്നത്. എന്താടോ എന്തിനാണോ ഈ കാലിട്ട് ഇങ്ങനെ ആട്ടുന്നത്? എന്തിന്? തന്റെ ബാഗ് ഇങ്ങോട്ട് എടുത്ത് എനിക്കൊന്ന് ചെക്ക് ചെയ്യണം. എന്റെ ബാഗിലൊന്നുമില്ല ടീച്ചർ. അതെനിക്ക് മനസ്സിലായതാണല്ലോ. അവിടെ ആറ്റിൻകരയിലെ പ്രണയം കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഒന്നുമില്ലെന്ന്. ബാഗിലെടുത്ത് ബാഗ് എടുത്ത് ചെക്ക് ചെയ്യട്ടെ. ടീച്ചർ വിടെ ടീച്ചർ വിടാൻ ലെറ്റർ ഇല്ല ടീച്ചർ. ലെറ്റർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞോ ടീച്ചർ? എന്തോന്ന് ടീച്ചർ? എന്തോന്ന് ടീച്ചർ? എടുക്കാൻ ഇങ്ങോട്ട് കളഞ്ഞല്ലേ. കൈ നീട്ട് ടീച്ചർ. അത് ലെറ്റർ അല്ല ടീച്ചർ. കൈ നീട്ട്. ന്യൂസ് പേപ്പറാ. കൈ നീട്ടിപ്പിടി. മതി. നീട്ടാൻ ഒന്ന് മതി ടീച്ചർ. നീട്ടി. ഒരു കുറ്റമാണോ ടീച്ചർ? കുറ്റമല്ല. കൈ നീട്ട്. കുട്ടിയെ കാര്യം നിന്റെ അഭിനയം കാണാൻ ആരുമില്ല. ഇനി മേലെ അവിടെ നിന്ന് കാര്യം പറയൂ. ഈ സ്കൂളിന്റെ യൂണിഫോം ഇട്ട് നീ അതിന്റെ ഡിഗ്നിറ്റി കളയാൻ വേണ്ടി താൻ എന്തിനാ അതൊന്നും പിള്ളേരെ പോലെ നടക്കുന്നേ? സിപ്പപ്പ് ഒരു വായി കടിച്ച് പിടിച്ച് കണ്ട ആമ്പിള്ളേരെ കൂടും. നീ അപ്പൊ ഇങ്ങനെ ചെയ്യോ? ഒരിക്കലും ചെയ്യില്ല. ചെയ്യോന്ന് നീ ആ ബാഗിൽ എന്തൊക്കെ ഉണ്ടെന്ന് ഞാൻ ചെക്ക് ചെയ്യും. ടീച്ചർ ആ ബാഗിൽ ഒന്നുമില്ല ടീച്ചർ. പൂരോടെ നിൽക്കണം. എന്നെ അടി വാങ്ങരുത്. എന്റെ പേഴ്സണൽ കുറച്ച് കാര്യങ്ങളാണ്. നിന്റെ പേഴ്സണൽ കാര്യം പേഴ്സണൽ മാറ്റേഴ്സ് എനിക്ക് ടീച്ചർ എന്നെ അടി വാങ്ങരുത് നീ. എന്താണ്? അയ്യോ അത് ഓട്ടോഗ്രാഫാ. ഫോട്ടോഗ്രാഫ് ടീച്ചർ. ഞാൻ പറഞ്ഞ് ഫോട്ടോഗ്രാഫ് മേക്കപ്പ് സെറ്റോ ഐഷാഡോ ഇതെന്താടോ? ടീച്ചർ ഇതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കണ്ണില് ഇങ്ങനെ ഇട്ട് കാണിക്കുന്നു വെച്ചിട്ട്. അല്ല ടീച്ചർ അത് ഇടാനുള്ളതെന്ന് ടീച്ചർ പറഞ്ഞു തന്നതാണ്. ഇതൊക്കെ എന്താ? ഇത് പൗഡർ. മതി അവിടെ വെക്കും. കറുത്തിരിക്കുമ്പോ ചെറുതായിട്ട് സ്കൂള് വിട്ട് പോകുമ്പോഴും ഇടയ്ക്ക് ഇതൊക്കെ എന്താ? ടീച്ചർ ഇത് ലിപ്സ്റ്റിക് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ചുണ്ടില് ഇങ്ങനെ വെച്ചിട്ട് ആടെ വെക്കണം അങ്ങോട്ട്. ടീച്ചർ ഇത് ബ്രഷ് പുതിയ ഒരൊറ്റ ബുക്കില്ല ഈ ബാഗില്. ഒരൊറ്റ ബുക്കില്ല. ഇങ്ങോട്ടുണ്ട് തിരി കൈയിട്ട് തിരിഞ്ഞിരിക്കാൻ പറഞ്ഞേ. എനിക്ക് ബാഗ് പിടിക്കുമ്പോ ഭയങ്കര വേദന. തിരിഞ്ഞിരിക്കും വേണേ. കൈ ബാക്കി കൈ കാണിച്ചു. കൈ നീട്ട്. അതൊരു കുറ്റമാണോ? അല്ല, പ്രേമിക്കുന്നത് കുറ്റമാണ്. സ്കൂൾ ടൈമില് തുടങ്ങിയ തന്റെ പഠിപ്പക്കാര് ശ്രദ്ധിക്കും. ഇന്ന് കണ്ട ആത്രി കഞ്ചാവ് തട്ടമായിരുന്നു. നല്ല ടീച്ചർ നല്ലതാ. കൈ നീട്ടോ. നല്ല പയ്യന്മാരെ. നല്ല പയ്യന്മാരെ നിന്റെ അടുത്ത് പറഞ്ഞോ? കണ്ട അറിയാം കഞ്ചാവ് കേസുകളാണ്. പോയിട്ടിരിക്കേ. ഇനി മേലാൽ ഇങ്ങോട്ട് ഇനി മേലാൽ ഈ സ്കൂളില് ഇങ്ങനത്തെ ഒരു ബന്ധം ഇനി മേലാൽ ആവർത്തിക്കോ? ഇല്ല ടീച്ചർ. എന്തിനാണോ ചിരിക്കുന്നത്? ഇവിടെ ആരും തൊഴിലായിരുന്നോ? ചിരിക്കണി. നിന്റെ അമ്മ എന്റെ കൂട്ടുകാരിയാ. ലേഖ പണ്ട് എന്റെ കൂടെ പഠിച്ചിരുന്ന പോലെ എപ്പോഴും പറയാറുണ്ട് ടീച്ചർ ഒരു ആളുടെ ബൈക്കിൽ കയറി എന്നും പോകുന്നു. തന്നെ. അവള് പോലും അവള് പറഞ്ഞല്ലോ നീ നിനക്കുള്ള സ്വഭാവങ്ങളാണ് അത്. ഞാൻ വിളിക്കുന്നുണ്ട് അവളെ കേട്ടോ. അവളിങ്ങനെ മോളുടെ കാര്യം ഒന്നും അന്വേഷിക്കാൻ ഇട്ടിരിക്കുന്നതാണെന്ന് ഞാൻ ചോദിക്കാം. ടീച്ചർ ഞാൻ എങ്ങനെയെങ്കിലും റോസ് പൗഡർ ഇട്ടിട്ട് വെളുപ്പിച്ചു ഇനി ചുമന്നിരിപ്പുണ്ട്. ഇനി ഇടണ്ട കേട്ടോ. ഞാൻ വീട്ടിൽ പറഞ്ഞു കൊടുക്കും. നീ പോയി പറഞ്ഞു കൊടുക്ക. എന്നെ ചുമ്മാ കവാലത്തിലടിച്ചു ഓടം പഠിക്കുക. എന്തിന്റെ സൂക്കേടാണെന്ന് വെച്ചാൽ എനിക്കറിഞ്ഞൂടാ. പ്രേമിക്കുന്നൊരു കുറ്റമാണോ? വയസ്സായവരെ ഇപ്പൊ പ്രേമിക്കുന്നു. ഭാര്യയും മക്കളെ കളഞ്ഞിട്ട് പോകുന്നു. പിന്നെ ഈ പാവപ്പെട്ട ഞാൻ കുഞ്ഞു മക്കളെയും ഭാര്യയും വരെ കളഞ്ഞു.
കളഞ്ഞിട്ട് വന്ന ലോകത്ത് എങ്ങനെയാണ് ഈ പെണ്ണുങ്ങൾ